ഒറ്റയടിപ്പാത എന്ന കഥയുടെ തുടർഭാഗം. മകൻ അമ്മയോട് പറഞ്ഞു, എന്തും വരട്ടെ, എന്തു വന്നാലും അത് നമ്മൾ സ്വീകരിക്കണം, വിധി പോലെ വരട്ടെ. സഹന ഉടൻ മകനോട് പറഞ്ഞു, എൻ്റെ മകൻ മാത്രം എന്നെ വിശ്വസിച്ചാൽ മതി, അതുമാത്രം മതി എനിക്ക്. പ്രതീഷ് അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കോടതി മുറിക്കുള്ളിലേക്ക് കടന്നു. വാദിഭാഗത്തു നിന്നും എന്തെങ്കിലും പുതുതായി ഹാജരാക്കാനുണ്ടോ? ജഡ്ജിയുടെ ചോദ്യം കേട്ട് വാദിഭാഗം വക്കീൽ മൗനം പാലിച്ചു. പ്രതിഭാഗം വക്കീൽ ചിരിച്ചുകൊണ്ട്, അതിന് അങ്ങനെയൊരു കഥ ഇവർ പറയുന്ന പോലെ നടന്നിട്ടുണ്ടെങ്കിലല്ലേ. സമൂഹത്ത് നല്ല നിലയിൽ ജീവിക്കുന്നവരെക്കുറിച്ച് ആർക്കും എന്തും പറയാം. പെട്ടെന്നാണ് DNA ടെസ്റ്റിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നത്. കോടതി അന്തരീക്ഷം നിശബ്ദമായി. ജഡ്ജി ആ കവർ തുറന്നു. വാദിയായ സഹനയുടെ മകൻ പ്രതീഷ് ഡോക്ടർ നഹാസിൻ്റെ മകനാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഡോക്ടറുടെ മുഖം കുനിഞ്ഞുപോയി. സഹനയ്ക്ക് മറ്റൊരു ചെറുപ്പക്കാരനുമായി അടുപ്പമുണ്ടെന്നും തന്നെ വഞ്ചിച്ചു എന്നുള്ള ഡോക്ടർ നഹാസിൻ്റെ വാദം കള്ളമായിരുന്നു എന്നും സഹന പറയുന്നത് തെളിയിക്കുവാൻ വാദിഭാഗത്തിന് സാധിക്കാത്തതിനാൽ ഈ കേസ് കോടതിക്ക് എന്ന് ജഡ്ജി പറഞ്ഞു തീരുന്നതിന് മുമ്പ്, തെളിയിക്കാൻ സാധിക്കും സർ എന്ന ശബ്ദം കേട്ട ഭാഗത്തേക്ക് എല്ലാവരും തിരിഞ്ഞു നോക്കി. ഞെട്ടിപ്പോയി പ്രതീഷ്, ഒപ്പം സഹനയും. കളക്ടർ ശ്യാം പ്രസാദ്. അദ്ദേഹം കോടതിയിലേക്ക് കയറി. ജഡ്ജി, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? സർ, എൻ്റെ പേര് ശ്യാമപ്രസാദ്, ഞാൻ കോഴിക്കോട് ജില്ലാ കളക്ടറാണ്. ഈ സംഭവവുമായി നിങ്ങൾക്കെന്താണ് ബന്ധം? ഞാനിവിടെ ജോലിക്ക് വന്നതിന് ശേഷമാണ് പ്രതീഷ് ഇങ്ങനൊരു കേസ് കൊടുത്തത്. അന്ന് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പ്രതീഷിൻ്റെയും അമ്മയുടെയും യഥാർത്ഥ കഥയറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ആ കഥയിലെ വില്ലൻ അറിയാതെയാണെങ്കിലും ഞാനാണ്. എല്ലാവരും അമ്പരന്നു. ഒരു കളക്ടറോ? അറിയാതെ ചോദിച്ചുപോയി. അദ്ദേഹം അദ്ദേഹം പറഞ്ഞു, ഞാൻ വളരെ നിർധന കുടുംബത്തിലാണ് ജനിച്ചത്. അച്ഛൻ ഒരു പൂജാരിയായിരുന്നു. പൂജ ചെയ്ത് കിട്ടുന്നത് കൊണ്ട് അന്നത്തേടം കഴിഞ്ഞുകൂടും എന്നല്ലാതെ മറ്റൊരു ഗുണവും ഉണ്ടായിരുന്നില്ല. ഞാൻ പഠിക്കാൻ തരക്കേടില്ലായിരുന്നു. പക്ഷേ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ദൂരെയുള്ള ഒരു കോളേജിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. ഹോസ്റ്റലിൽ താമസിക്കാതെ പഠിക്കാൻ പറ്റില്ല. ഹോസ്റ്റൽ ഫീസും മറ്റ് ചിലവുകളും ഒന്നിച്ചു കൊണ്ടുപോകാൻ അച്ഛനെക്കൊണ്ട് കഴിയാതെ വന്നു. അവസാനം മാസങ്ങളായി ഫീസ് കൊടുക്കാത്തതിൻ്റെ പേരിൽ എന്നെ ഹോസ്റ്റലിൽ നിന്നും ഇറക്കി വിട്ടു. വീട്ടിൽ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. എന്നെ കൂടാതെ 3 സഹോദരങ്ങൾ കൂടിയുണ്ട്. പലരോടും കടം ചോദിച്ചു. ആരുടെ കയ്യിലും ഒന്നും ഉണ്ടായിരുന്നില്ല. ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്തുള്ള അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം.